لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള വിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശരിയായ രൂപത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ വളരെ ഉന്നത സ്ഥാനീയനായ ഒരു സ്വഹാബിയായിരുന്നു ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മദീനയിലേക്ക് ഹിജ്റ വന്ന സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ വന്ന സ്വഹാബിമാരെ അൻസാരികളായ സ്വഹാബിമാർക്ക് സഹോദരങ്ങളായി നിശ്ചയിച്ചു കൊടുക്കുകയും അവരുടെ വീടുകളിൽ താമസിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തത് നമുക്കറിയാവുന്നതാണ്. മഹദി ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹയുടെ കുടുംബത്തിലാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നത്, താമസിച്ചിരുന്നത്. അങ്ങനെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് കഫൻ ചെയ്തതിന് ശേഷം മഹദി ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, റഹ്മത്തുള്ളാഹി അലൈഹി അബസ്സായിബ്. അബുസാഹിബ് എന്നത് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പേരാണ്, വിളിപ്പേരാണ്. അല്ലാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ. ഷഹാദത്തി അലൈക ലഖദ് അക്രമകല്ലാഹ്. താങ്കളെ കുറിച്ചുള്ള എന്റെ ബോധ്യം, എന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് അല്ലാഹു താങ്കളെ ആദരിച്ചിരിക്കുന്നു എന്നതാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞു, വമാ യുദ്രീകി അന്നല്ലാഹ അക്രമ. ഉമ്മുൽ അലാ, അദ്ദേഹത്തെ അല്ലാഹു ആദരിച്ചിട്ടുണ്ട് എന്നതിന് എന്താണ് നിങ്ങൾക്ക് തെളിവുള്ളത്? ആ സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്. വളരെ പ്രമുഖനായ സ്വഹാബിയാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. റസൂലേ, അദ്ദേഹത്തെ പോലെ ഒരാളെ അല്ലാഹു ആദരിച്ചിട്ടില്ല എങ്കിൽ മറ്റാരെയാണ് റസൂലേ അല്ലാഹു ആദരിക്കുക? ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വല്ലാഹി ഇന്നി ലഅർജു ലഹുൽ ഖൈർ. തീർച്ചയായും അദ്ദേഹത്തിന് നന്മകൾ, ഗുണങ്ങൾ, നേട്ടങ്ങൾ ഉണ്ടാകാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ വമാ അദ്രി വല്ലാഹ്, അല്ലാഹുവാണ് എനിക്കറിയുകയില്ല. വഅന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ. മാ യുഅലു ബി, എന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ തീരുമാനം എന്താണ് എന്നത് പോലും എനിക്കറിയുകയില്ല. ഖാലത്ത്, ആ സന്ദർഭത്തിൽ ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫവല്ലാഹ് ലാ ഉസക്കി അഹദൻ ബഅദ. അല്ലാഹുവാണ്, ഇതിനു ശേഷം ഇനി ഒരാളെയും ഞാൻ അയാൾ പരിശുദ്ധനാണ് എന്ന ഒരാളെ കുറിച്ചും ഞാൻ പറയുകയില്ല. സഹോദരങ്ങളെ, ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്, സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്, മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ഉന്നതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെട്ട സ്വഹാബിയാണ്, വളരെ മഹത്വങ്ങളുള്ള സ്വഹാബിയാണ്. പക്ഷെ ഒരാളെ കുറിച്ചും പുറത്ത് കാണുന്ന പ്രവർത്തനങ്ങളെ മാത്രം നോക്കി
നമുക്ക് വിലയിരുത്താനാവുകയില്ല, അവരെ കുറിച്ച് നിലപാട് പറയാനാവുകയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും. മനുഷ്യരെ, നിങ്ങളുടെ രൂപങ്ങളിലേക്ക്, ഭാവങ്ങളിലേക്ക്, നിങ്ങളുടെ സമ്പത്തിലേക്ക് ഒന്നുമല്ല അല്ലാഹു നോക്കുന്നത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അല്ലാഹുവിന്റെ നോട്ടം. അതുകൊണ്ട് പുറത്ത് കാണുന്നത് എന്തൊക്കെയാണെങ്കിലും അകത്തൊളിപ്പിച്ചു വെച്ചതും മനസ്സിന്റെ അകത്തുള്ളതും എന്താണോ അതിനെയാണ് അള്ളാഹു പരിശോധിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എന്താണ് നമ്മുടെ ഹൃദയത്തിന്റെ വിശേഷം? എന്താണ് നമ്മുടെ മനസ്സിന്റെ വിശേഷം? നമ്മൾ നമ്മളോട് ചോദിക്കണം. കാരണം മനസ്സ് നന്നാകുമ്പോഴാണ് മനുഷ്യൻ നന്നാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബിമാര് ചോദിക്കാൻ. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖീല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കപ്പെട്ടു, അയ്യുന്നാസി അഫ്ളൽ, അല്ലാഹുവിന്റെ റസൂലേ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ആരാണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലു മഹ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ, മഹ്മൂമായ ഖൽബുള്ള സദൂഖുൽ ലിസാനുള്ള മനുഷ്യനാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ. സ്വഹാബത്ത് പറയാണ്, ഖാലു സദൂഖുൽ ലിസാൻ നഅരിഫു, അല്ലാഹുവിന്റെ പ്രവാചകരെ, സദൂഖുൽ ലിസാൻ എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം. സത്യസന്ധമായി സംസാരിക്കുന്ന, സത്യം മാത്രം പറയുന്ന ഒരു നാവിന്റെ ഉടമയാവുക, അത് ഞങ്ങൾക്കറിയാം പ്രവാചകരെ. ഫമാ മഹ്മൂമുൽ ഖൽബ്, എന്താണ് റസൂലേ മഹ്മൂമുൽ ഖൽബ് എന്ന് പറഞ്ഞ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ തഖിയ്യുൻ നഖിയ്യ് ലാ ഇത്മ ഫീഹി വലാ ബഗയ വലാ ഗില്ല വലാ ഹസദ്, വൃത്തിയുള്ള, തഖ്വയുള്ള, അല്ലാഹനെ പേടിക്കുന്ന, തിന്മകൾക്ക് പോലും കുശുമ്പും പകയും വിദ്വേഷവും ഇടം പിടിക്കാത്ത, തിന്മയില്ലാത്ത, വൃത്തിയുള്ള, തഖ്വയുള്ള മനസ്സിന്റെ ഉടമയാവുക, സത്യം മാത്രം പറയുകയും ചെയ്യുക. ഇങ്ങനെയുള്ള മനസ്സുള്ള മനുഷ്യരാണ് മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. നമ്മുടെ സഹോദരങ്ങളെ, ആ ഒരു നല്ലവരിൽ ഉൾപ്പെടാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. എന്താ നമ്മുടെ മനസ്സിന്റെ വിശേഷം? എന്താണ് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുള്ളത്? പുറത്തു ധരിച്ച, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച എന്ന നിലയ്ക്ക് ഇന്ന് നമ്മൾ ധരിച്ച ഈ വിശുദ്ധമായ രൂപത്തിൽ വസ്ത്രം ധരിച്ചു വന്നില്ലേ നമ്മൾ? ഈ വസ്ത്രത്തിന്റെ വിശുദ്ധി മനസ്സിന്റെ അകത്ത് സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളുടെ സ്വകാര്യതകൾ, നമ്മളുടെ ഒറ്റപ്പെടുന്ന നിമിഷങ്ങൾ, മനസ്സിന്റെ അകത്ത് കൊണ്ടു നടക്കുന്ന ചിന്തകൾക്കും നമുക്ക് മാത്രം അറിയുന്ന നമ്മളുടെ ജീവിതവും വിശുദ്ധമാണോ എന്ന് നമ്മൾ ആലോചിക്കണം. അതോടൊപ്പം മനസ്സ് വിശുദ്ധമാണ് എങ്കിൽ അതിന്റെ അകത്തുണ്ടാകേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈമാനുണ്ട് നമ്മുടെ ഹൃദയത്തിന് എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മളുടെ മനസ്സ് ഈമാൻ കൊണ്ട് സമ്പന്നമായ മനസ്സാണെങ്കിൽ അതിന്റെ ഉദാഹരണം എന്താ? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹിനെ കുറിച്ച് കേട്ടാൽ ഹൃദയം വിറകൊള്ളുന്നവരാണ്, അവരാണ് ഈമാനുള്ളവർ. സഹോദരങ്ങളെ, ഉപദേശങ്ങൾ കേൾക്കുമ്പോ, ഖുർആൻ കേൾക്കുമ്പോ ഹൃദയത്തിന് ആ മാറ്റമുണ്ടാകുന്ന അവസ്ഥ നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. 2-ാമത്തെ കാര്യം, ധാരാളം കർമ്മങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ആ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോ പുറത്ത് നമ്മളത് ഭംഗിയായി ചെയ്യുന്നു, പക്ഷേ മനസ്സിന്റെ അകത്തുള്ള നമ്മുടെ നിയ്യത്ത് എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു നതദാക്കറുൽ മസീഹദ് ദജ്ജാൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോ ഞങ്ങൾ മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കാൻ. സഹോദരങ്ങളെ, ഓരോ നിസ്കാരത്തിലും നമ്മൾ രക്ഷതോട് തേടുന്ന ഫിത്നയാണ് ദജ്ജാലിന്റെ ഫിത്ന. അല്ലാഹു നമ്മെ ആ ഫിത്നയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ഫിത്നയെ കുറിച്ച് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം തന്റെ അനുയായികൾക്ക് താക്കീത് കൊടുത്ത ആ ഫിത്നയെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കാൻ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഖാല അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹിദ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയെക്കാളും ഞാൻ ഭയപ്പെടുന്ന ഒരു ഫിത്നയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖുൽന, ഞങ്ങൾ പറഞ്ഞു, ബല റസൂലേ, താങ്കൾ പറഞ്ഞു തരൂ. ഫഖാല അശ്റുഖുൽ ഖഫിയ്യ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഗോപ്യമായ ശിർക്കാൻ, രഹസ്യമായ ചെറിയ ശിർക്കാൻ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് അതിനെ വിശദീകരിച്ചു കൊടുത്തു. അയ്യഖൂമർ റജുലു യുസല്ലി ഫയുസയ്യിനു സ്വലാതഹു ലിമാ യറാ മിൻ നദരി റജുലിൻ. ഒരാൾ ഇങ്ങനെ നിസ്കരിക്കാൻ, ഒറ്റക്ക് നിസ്കരിക്കുക, വേറൊരാളിന്റെ നിസ്കാരത്തെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നിയപ്പോ നിസ്കാരം കുറച്ച് നന്നാക്കി. പള്ളിയിൽ വന്നു, സുന്നത്ത് നിസ്കരിക്കാണ്, നമ്മളാണ് ആദ്യം കയറിയത്, അങ്ങനെ നിസ്കരിക്കുക. ഒരു റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റപ്പോ വേറൊരാൾ പള്ളി കയറി എന്ന് തോന്നി. ഒന്നാമത്തെ റക്അത്തിനേക്കാൾ രണ്ടാമത്തെ റക്അത്ത് നന്നാക്കിയെങ്കിൽ ആർക്കു വേണ്ടിയാണ് സഹോദരങ്ങളെ? അതുകൊണ്ട് നിയ്യത്ത് നന്നാക്കണം. മൂന്നാമത്തെ കാര്യം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞു, ഇതാ ഒരു സ്വർഗാവകാശിയെ നിങ്ങൾക്ക് കാണണോ? ഇപ്പോൾ അയാൾ ഇവിടെ കടന്നു വരും. ഒരു മനുഷ്യൻ കയറി വന്നു. ഇതാ സ്വർഗത്തിന്റെ അവകാശിയായ ഒരാൾ ഇതാ ഇപ്പോൾ ഇവിടെ കടന്നു വരും. സ്വഹാബിമാര് പറയാണ്, വുളൂവിന്റെ വെള്ളം താടിയിൽ നിന്ന് ഇറ്റി വീഴുന്ന, ഇടത് കൈയിൽ തന്റെ ചെരുപ്പും പിടിച്ച് വലത് കൈ കൊണ്ട് വസ്ത്രം കുറച്ച് കയറ്റിപ്പിടിച്ചൊരു മനുഷ്യൻ കയറി വന്നു. അടുത്ത ദിവസവും അതിന്റെ അടുത്ത ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് ആവർത്തിച്ചു. അദ്ദേഹം തന്നെ കടന്നു വന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാൻ അദ്ദേഹത്തിന്റെ അടുത്ത് വിരുന്നുകാരനായി പോയി. 3 ദിവസം അവിടെ നിന്നു. പ്രത്യേകിച്ചൊന്നും ഞങ്ങൾ ചെയ്യുന്നതല്ലാത്ത ഒന്നും ഞങ്ങൾക്ക് കാണാനായില്ല. അപ്പോൾ അവസാനം ആ പോയ സ്വഹാബി അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങളെ കുറിച്ച് റസൂൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, എന്താണ് നിങ്ങൾ അധികം ചെയ്യുന്നത്? ഞങ്ങളൊന്നും കണ്ടില്ല. ആ സമയത്ത് ആ സ്വഹാബി പറയാണ്, നിങ്ങൾ ഈ കണ്ട തന്നെയാണ് എന്റെ ജീവിതം, പ്രത്യേകിച്ച് അധികമൊന്നും ചെയ്യാറില്ല. പക്ഷേ ഗൈറ അന്നി ലാ അജിദു ഫീ നഫ്സി ലിഅഹദിൻ മിനൽ മുസ്ലിമീന ഗിശ്ശ വലാ ഹസദുൻ അഹ്സദു അഹദൻ അലാ ഖൈറിൻ അഅതാഹു അല്ലാഹു ഇയ്യാ. ഒരു മുസ്ലിമിനോടും അയാൾക്ക് അല്ലാഹു കൊടുത്ത ഒരു കാര്യത്തിലും ഞാൻ അസൂയ വെക്കുകയോ ഒരാളോടും എന്റെ മനസ്സിൽ ഞാൻ പകയും വിദ്വേഷവും കാണിക്കുകയോ ചെയ്യാറില്ല. ഓയ സ്വഹാബി പറഞ്ഞു, അത് തന്നെയാണ് നിങ്ങൾക്ക് ആ സ്ഥാനം കിട്ടാനുള്ള കാരണം. 3 വിഷയങ്ങളാണ് സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത്. ഈമാനുണ്ടോ? ദീന് കേൾക്കുമ്പോ മാറ്റമുണ്ടാകും മനസ്സിന്. കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് നിയ്യത്ത് നന്നാകും. ഒരാളോടും പകയും വിദ്വേഷവും വെച്ചുകൊണ്ട് നടക്കാത്ത നല്ല മനസ്സിന്റെ ഉടമയാവുക, തഖ്വയുള്ള മനസ്സിന്റെ ആളുകളാവുക, വൃത്തിയുള്ള മനസ്സിന്റെ ആളുകളാവുക. ആ മനസ്സിലേക്കാണ് അള്ളാഹ് നോക്കുന്നത് എന്ന ബോധ്യമുണ്ടാവുക. അവർക്കാണ് പരലോകത്തെ വിജയം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചില്ലേ, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവേ, നീ എന്നെ പരിഹസിക്കരുത് പരലോകത്ത്. എന്താണ് ദിവസത്തിന്റെ പ്രത്യേകത? സമ്പത്തും സന്താനങ്ങളും ഉപകാരപ്പെടാത്ത ദിവസം. ആർക്ക്? അള്ളാന്റെ അടുത്ത് നല്ല സമാധാനമടഞ്ഞൊരു മനസ്സുമായി വരാൻ പറ്റാത്തവർക്ക്, ഒന്നും ഉപകാരപ്പെടാത്ത ആ ദിവസത്തിൽ അള്ളാഹുവേ, നീ എന്നെ നിന്ദിച്ചു കളയരുത്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. മനസ്സു നന്നായാലാണ് പരലോകത്തും വിജയിക്കാനാവുക. മാത്രവുമല്ല, മരണത്തോടുകൂടി മലക്കുകൾ നമ്മെ സ്വീകരിക്കുമ്പോ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് പറഞ്ഞ് അള്ളാഹുവിൽ നിന്ന് മലക്കുകളിൽ നിന്നുള്ള സ്വാഗതം കേട്ടു പോകാനാകണമെങ്കിൽ വിശുദ്ധമായ മനസ്സുണ്ടാകണം. അതുകൊണ്ട് മനസ്സിനെ കുറിച്ച് ചിന്തിക്കുക, വിശുദ്ധമാണോ എന്ന് ആലോചിക്കുക, വൃത്തിയുണ്ടോ എന്റെ മനസ്സിന് എന്ന് നമ്മൾ പരിശോധിക്കുക. വീടും വാഹനവും വസ്ത്രവും വൃത്തിയാക്കാൻ പലവിധ ഭൗതിക സൗകര്യങ്ങളുമുണ്ട്. ദീന് കൊണ്ടാണ് മനസ്സ് വൃത്തിയാക്കേണ്ടത്. വൃത്തിയുള്ള മനസ്സിന്റെ ഉടമകളായി ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി നഫ്സി വമിൻ ശർരി ബസരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനിയി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, മിൻ ശർരി സംഇ, എന്റെ കാഴ്ചയുടെ, എന്റെ കേൾവിയുടെ, വമിൻ ശർരി ബസരി, എന്റെ കാഴ്ചയുടെ, വമിൻ ശർരി ലിസാനി, എന്റെ നാവിന്റെ, വമിൻ ശർരി ഖൽബി, എന്റെ മനസ്സിന്റെ, വമിൻ ശർരി മനിയി, എന്റെ ലൈംഗികാവയവത്തിന്റെ ഉപദ്രവത്തിൽ നിന്ന്. പടച്ചോനെ, കണ്ണുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവത്തിൽ നിന്ന്, കാതുകൊണ്ടുണ്ടാകുന്ന ശർറിൽ നിന്ന്, ഹൃദയം ചിന്തിച്ചു പോകുന്ന ശർറിൽ നിന്ന്,
നാവ് സംസാരിച്ചു പോകുന്ന തിന്മകളിൽ നിന്ന്, എന്റെ സ്വകാര്യതയിലൂടെ, എന്റെ ലൈംഗികാവയവത്തിലൂടെ എനിക്കുണ്ടാകുന്ന തിന്മകളിൽ നിന്ന് അല്ലാഹുവേ ഞാനിതാ നിന്നോട് രക്ഷ തേടുന്നു എന്ന് ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സംഇ വമിൻ ശർരി ബസരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനിഹി. ഇത്തരം പ്രാർത്ഥനകൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ഈമാൻ കൊണ്ട് തഖ്വ കൊണ്ട് മനസ്സിനെ കഴുകി വൃത്തിയാക്കി വിശുദ്ധമായ മനസ്സിന്റെ ഉടമകളായി ജീവിക്കുക. സഹോദരങ്ങളെ, എങ്ങനെ നമ്മൾ ജീവിച്ചാലും അടിസ്ഥാനം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ തൗഹീദിൽ വീഴ്ച വരാതെ, ഒരു ഏലസിന്റെ, ഒരു ചരടിന്റെ, ഒരു നൂലിന്റെ, ശിർക്കിന്റെ ബന്ധനം നമ്മളിലില്ലാതെ പടച്ചവനോട് മാത്രം പ്രാർത്ഥിച്ച് അവനെ പിടിച്ചു മാത്രം സത്യം ചെയ്ത് യഥാർത്ഥ തൗഹീദിന്റെ ഉടമകളായി ജീവിക്കുക, വിശുദ്ധമായ മനസ്സ് നേടിയെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു എല്ലാ നന്മകൾക്കും നമ്മെ തുണക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും വിട്ടകന്ന് ജീവിക്കാൻ പടച്ചറബ് നമുക്ക് എല്ലാവർക്കും ഈമാനികമായ കരുത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ ഉൾക്കൊണ്ട് മരണപ്പെട്ടവരുടെ ഖബറിടങ്ങൾക്ക് അല്ലാഹു വിശാലതയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅ الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وسلام على المرسلين والحمد لله رب العالمين.